ഞാനൊരു HR ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. കറൻ്റ്ലി ഒരു HR ഫാക്കൽറ്റി കൂടെ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ HR-ലേക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾ എൻ്റെ അടുത്ത് ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ഒരു HR-ലേക്ക് എത്തിപ്പെടുക. പ്രത്യേകിച്ച് എൻ്റെ ഒരു ലൈഫിലെ ഒരു ജേണി അനുസരിച്ച് നോക്കുന്ന സമയത്ത് ഞാൻ ഡിഗ്രി എടുത്ത് PG എടുത്ത് ഒരുപക്ഷെ ആ ഒരു ഫീൽഡിൽ നിന്ന് മാറിയിട്ടാണ് ഒരു HR-ലേക്ക് നിലവിൽ ഞാൻ എത്തിപ്പെട്ടത്. ഞാനൊരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്റ്റുഡൻസ് എൻ്റെ അടുത്ത് നേരിട്ടായിട്ടും സോഷ്യൽ മീഡിയയിലായിട്ടും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യലുണ്ട്, എങ്ങനെയാണ് ഒരു HR-ലേക്ക് എത്തിപ്പെടുക എന്നുള്ളത്. നിലവിൽ ഡിഗ്രി കഴിഞ്ഞ് PG കഴിഞ്ഞ് ഒരു ജോബ് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസിന് ഒരുപാട് കൺഫ്യൂഷൻ ഉള്ള ഒരു ഏരിയയാണ് ഞാൻ സെലക്ട് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് ജോബ് കിട്ടുമോ എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് എല്ലാ ഏരിയയിലും AI വരുന്നൊരു കാലത്ത് AI-യോടൊപ്പം അല്ലെങ്കിൽ AI എത്ര വന്നാലും നമ്മളൊരു ജോബ് പിടിച്ചു നിൽക്കും എന്നുള്ള രീതിയിലുള്ള ഒരു ജോബ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറ്റണം. അങ്ങനെ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഏറ്റവും പ്രിഫറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതായത് ഞാൻ ഇപ്പോൾ ചെയ്യുന്ന ഒരു കരിയർ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഈ ഒരു കരിയർ എത്ര കാലം കഴിഞ്ഞാലും ഒരു ലിമിറ്റിനപ്പുറത്തേക്ക് AI-ക്ക് ഇത് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റൂല. സാറിന്റെ ഫ്യൂച്ചർ എന്താണ്, ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്ക് കമ്പനിയിൽ എങ്ങനെ ജോബ് കിട്ടും തുടങ്ങി നിങ്ങളെ സംശയങ്ങൾക്ക് ഉത്തരം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.